ألف سلام. يا ريف ألف سلام يا جنة الأحلام حلت بك البركات يا منبع الرحمات وسقاك نهر جار يا خيرة الأمصار يجري مدى الأزمان بالخير والإحسان سبحان من أغنى بالخير من أجرى انظر إلى الغيتان تزهو على الشتعان في سندس أهوار يا أبهج المنظر والهب في الكيزان مالت به العيدان والورد والريحان يختال في الوديان والطير ذو الألوان يشدو على الأغصان يدعو لك الوادي احفظه يا هادي أصلح له الأهوال وارفع يد الإهمال. أيها الطلاب السلام عليكم ورحمة الله. سمعنا نشيد ألف سلام أنشد ഹംദാസിസ് അല്ലേ, നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ഹംദാസിസാണ് പദ്യം ചൊല്ലിയത്. അൽഫുസലാം എന്നാണ് ഈ പദ്യത്തിൻ്റെ ഹെഡിങ്. നമുക്ക് ഇതിൻ്റെ ആശയമൊന്ന് പഠിക്കാം. അൽഫ് എന്ന് പറഞ്ഞാൽ 1000 എന്നാണ് അർത്ഥം. സലാം എന്ന് പറഞ്ഞാൽ അഭിവാദ്യം എന്നാണ്. 1000 അഭിവാദ്യം എന്നാണ് പദ്യത്തിൻ്റെ അർത്ഥം. യാ രീഫു അൽഫു സലാം അല്ലേ. യാ രീഫു ഏ ഗ്രാമമേ. രീഫു എന്ന് പറഞ്ഞാൽ ഗ്രാമാണ്. യാ എന്ന് പറഞ്ഞാൽ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. യാ ഏ എന്നാണ് അർത്ഥം. ഏ ഗ്രാമമേ അൽഫു സലാം 1000 അഭിവാദ്യം, 1000 സലാം അല്ലേ, നിനക്ക് 1000 സലാം. യാ ജന്നത്തൽ അഹ്ലാം. ജന്നത്തിൻ്റെ അർത്ഥം നമുക്കറിയാം, സ്വർഗമാണ്. അഹ്ലാമി എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങളാണ്, സ്വപ്നങ്ങൾ. സ്വപ്നങ്ങളുടെ സ്വർഗമേ നിനക്ക് 1000 അഭിവാദ്യം. ഹല്ലത്ത് ബിക്കൽ ബറക്കാത്ത്. ഹല്ലത്ത് ഇറങ്ങിയിട്ടുണ്ട്, ഹല്ല ഇറങ്ങുക. ബിക്ക അൽ ബറക്കാത്ത്. ബറക്കാത്ത് എന്ന് പറഞ്ഞാൽ ഐശ്വര്യം. നിന്നിൽ ഐശ്വര്യം ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. ഗ്രാമത്തിലാണ് ഐശ്വര്യമുള്ളത്. യാ മമ്പ അർ റഹ്മാത്ത്. മമ്പഹ് എന്ന് പറഞ്ഞാൽ ഉറവിടം, ഉറവിടമേ. യാ എന്ന് പറഞ്ഞാൽ എ എന്ന് വിളിക്കാൻ വേണ്ടിയാണ് അല്ലേ. യാ മമ്പ ഉറവിടമേ. അർ റഹ്മാത്ത് അനുഗ്രഹങ്ങളുടെ ഉറവിടമേ. നിന്നിൽ ഐശ്വര്യങ്ങൾ ഇറങ്ങുകയാണ്. വസഖാക്ക നഹറുൻ ജാറുൻ. സഖാക്ക നിന്നെ നനച്ചിരിക്കുന്നു. സക്ക നനക്കുക അല്ലെങ്കിൽ കുടിപ്പിക്കുക എന്നും പറയും, കുടിക്കുക. സക്കാക്ക നിന്നെ നനച്ചിരിക്കുന്നു. നെഹ്റുൻ പുഴ അല്ലേ. നെഹ്റുൻ ജാറ് ഒഴുകുന്ന പുഴ കൊണ്ട് നിന്നെ നനച്ചിരിക്കുകയാണ്. യാ ഹീറത്തുൽ അംസ്വാർ. ഹീറത്തുൽ അംസ്വാർ. ഹീറത്ത് എന്ന് പറഞ്ഞാൽ ഹൈർ നല്ലത്, മികച്ചത് അല്ലേ. അംസ്വാർ എന്ന് പറഞ്ഞാൽ നാടുകളാണ്, നാടുകൾ, മികച്ച നാടുകളിൽപ്പെട്ട ഗ്രാമം അല്ലേ. യജ്രി മദൽ അസ്മാൻ. യജ്രി അത് ഒഴുകുന്നു, ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മദൽ അസ്മാൻ സമാൻ കാലം അല്ലേ, കാലങ്ങളോളം, കാലങ്ങൾ തൊട്ട് പഴയ കാലം മുതൽ തന്നെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ബിൽ ഖൈരി നന്മ കൊണ്ടും വൽ ഇഹ്സാൻ ഗുണം കൊണ്ടും അല്ലേ. അപ്പോൾ ഗുണം കൊണ്ടും നന്മ കൊണ്ടും കാലങ്ങളായി പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പുഴ
ഒഴുകുമ്പോൾ അവിടെ നന്മകളുണ്ടാവും. അവിടെ എപ്പോഴും ചെടികളുണ്ടാകും, അല്ല ചെടികളുണ്ടായാൽ കായകളുണ്ടാകും. ഇങ്ങനെ നന്മകൾ കൊണ്ട് പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാന മൻ അഗ്നാഹു, സുബ്ഹാന പരിശുദ്ധവാൻ, മൻ അഗ്നാഹു സമ്പുഷ്ടമാക്കിയവൻ, ഐശ്വര്യമാക്കിയവൻ. ഐശ്വര്യമാക്കിയവൻ പരിശുദ്ധവാനാണ്. ആര്? അല്ലാഹു. അല്ല, ബിൽ ഖൈർ നന്മ കൊണ്ട്, മൻ അജ്റ ഒഴുക്കിയവൻ, മൻ അജ്റ ഒഴുക്കിയവൻ. അപ്പോൾ ബിൽ ഖൈരി മൻ അജ്റ നന്മ കൊണ്ട് പുഴ ഒഴുക്കിയവൻ. ആരാ ഒഴുക്കുന്നവൻ? ആരാ? അല്ലാഹു. അല്ലേ, അവൻ പരിശുദ്ധവാനാണ്. ഉള്ളുർ ഇലൽ ഗീത്വാൻ, ഉള്ളുർ നോക്കുക, ഇലൽ ഗീത്വാൻ, ഇലൽ ഗീത്വാൻ, ഗീത്വാൻ മാന വേളിപ്രദേശം എന്ന ടെക്സ്റ്റിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ വയലുകൾ എന്നും പറയും. അപ്പോൾ വയലുകളിലേക്ക് നോക്കൂ, വയൽ പ്രദേശങ്ങളിലേക്ക് നോക്കൂ. തസ്ഹു അത് ശോഭിക്കുന്നു, അലശുത്ത് ആൻ, ശുത്തു ആൻ മാന ശുത്തു ആൻ അതിരുകൾ, അല്ലേ. അപ്പോൾ അതിരുകൾ, ആ വയൽ പ്രദേശത്തിൻ്റെ അതിരുകളിൽ അത് മനോഹരമാക്കിയിരിക്കും, ശോഭിക്കുന്നു. അത് ഫി സുന്ദുസിൻ അഹ്ലർ, സുന്ദുസ് എന്ന് പറഞ്ഞാൽ പച്ചപ്പട്ടാണ്, അഹ്ലർ, അഹ്ലർ എന്ന് പറഞ്ഞാൽ പച്ചയാണ്. അപ്പോൾ പച്ച പട്ട് പോലെയുണ്ട്, അല്ലേ. ഫി സുന്ദുസിൻ അഹ്ലർ, വയൽ പ്രദേശങ്ങൾ കാണാൻ വളരെ അകലെ നിന്ന് കാണുമ്പോൾ പച്ചപ്പട്ട് വിരിച്ചതുപോലെ തോന്നും നമുക്ക്, അല്ലേ. യാ അബ്ഹജൽ മല്ലർ, അബ്ഹജ് എത്ര മനോഹരമായ മല്ലർ കാഴ്ചയാണത്, എത്ര മനോഹരമായ കാഴ്ചയാണ്. വൽ ഹബ്ബു ഫിൽ കീസാൻ, ഹബ്ബ് ധാന്യമണികൾ, ഫിൽ കീസാൻ, കീസാൻ എന്ന് പറഞ്ഞാൽ പോളയാണ്, അല്ലേ. പോളയിൽ പൊതിഞ്ഞ ധാന്യമണികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കവറാണ്, അതിൻ്റെ അകത്താണ് ധാന്യങ്ങൾ ഉണ്ടാവുക. ആദ്യമായിട്ട് ഉണ്ടാകുന്നത് പോളയിലാണ് ധാന്യങ്ങൾ ഉണ്ടാവുക, ധാന്യമണികൾ ഉണ്ടാവുന്നത്, അല്ലേ. അത് ധാന്യമണികൾ മാലത്ത് ബിഹിൽ ഈദാൻ, മാലത്ത് അത് ചാന് കളിക്കുന്നു. ബിഹിൽ ഈദാൻ തണ്ടുകളിൽ, തണ്ടുകളിൽ ധാന്യമണികൾ ഇങ്ങനെ ചാന് കളിക്കുകയാണ്. അതിൻ്റെ ഭാരം കൂടുമ്പോൾ, അല്ലെ, അതിൻ്റെ തണ്ടുകൾ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കും. ആ രീതിയിൽ ധാന്യമണികൾ കൊണ്ട് അത് ചെരിഞ്ഞ് നിൽക്കുകയാണ്. വൽവർദു വറൈഹാൻ, അതുപോലെ പിന്നീടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്? വൽവർദു പനിനീർ ചെടികളുണ്ട്, റോസാപ്പൂവിൻ്റെ ചെടികൾ, അല്ലേ, റോസാപ്പൂവ്. റൈഹാൻ, റൈഹാൻ എന്ന് പറഞ്ഞാലും ഒരു ചെടിയുടെ പേരാണ്. ഇപ്പോൾ റൈഹാൻ ചെടികളും അതുപോലെ റോസാപ്പൂവും ഒക്കെ ഉണ്ട്. യഖ്താലു ഫിൽ ഉദിയാൻ, യഖ്താലു അത് അഹങ്കരിക്കുന്നു, അല്ലേ. റോസാപ്പൂക്കളും മറ്റുള്ള പൂക്കളൊക്കെ അതിൻ്റെ ഭംഗി കൊണ്ട് അഹങ്കരിക്കുകയാണ്. ഫിൽ ഉദിയാൻ താഴ്വരകളിൽ, വാദി എന്നതിൻ്റെ ജമ്മാണ് ഉദിയാൻ, താഴ്വരകളിൽ അത് അഹങ്കരിക്കുകയാണ്. വത്വയറു പക്ഷികൾ, സുൽ അൽവാൻ നിറങ്ങളുള്ള, പല നിറത്തിലുള്ള പക്ഷികൾ. യഷ്ദു അലൽ അഗ്സ്വാൻ അത് പാടുകയാണ്, അലൽ അഗ്സ്വാൻ മരക്കൊമ്പുകളിൽ ഇരുന്നു കൊണ്ട് പാട്ട് പാടുകയാണ്. യദ്ഉ ലക നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അൽ വാദി താഴ്വരകൾ, താഴ്വര ദുആ ചെയ്യുകയാണ്. ഇഹ്ഫദ്ഹു അതിനെ സംരക്ഷിക്കാൻ. യാ ഹാദി, യാ ഹാദി ഏ ഹിദായത്ത് നൽകുന്നവനെ എന്ന് പറഞ്ഞാൽ പഠിച്ചവനെ വിളിച്ചുകൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടി ദുആ ചെയ്യുകയാണ്. അസ്ലിഹ് ലഹു അൽ അഹ്വാൽ, അസ്ലിഹ് നന്നാക്കാൻ വേണ്ടിയിട്ട്, അൽ അഹ്വാൽ അതിൻ്റെ അവസ്ഥകൾ നന്നാക്കി തരാൻ വേണ്ടി. വർഫ ഉയർത്താൻ വേണ്ടി, യദൽ ഇഹ്മാൽ യദ കൈകൾ, അല്ല യദ കൈയാണ്. യദൽ ഇഹ്മാൽ മടിയുടെ കൈ, അല്ലേ. ഇഹ്മാൽ എന്ന് പറഞ്ഞാൽ അവഗണനയാണ്, മടിയാണ്. മടിയുടെ കൈകൾ ഉയരാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കൈകൾ ഇല്ലാതെ അത് ഉയരണം, അല്ലേ. അങ്ങനെ ഗ്രാമം വളരെ മനോഹരമായിട്ട് അവിടെ തന്നെ സംരക്ഷിച്ചു നിൽക്കണം. അതിനുവേണ്ടി
താഴ്വര ദുആ ചെയ്യുക. ഇതാണ് പദ്യം. ഈ പദ്യത്തിൻ്റെ ആശയം നിങ്ങൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് പല ഈണത്തിൽ നിങ്ങൾ ചൊല്ലി നോക്കണം. അടുത്ത ഭാഗം നോക്കാം നമുക്ക്. ഇവിടെ ഒരു ചോദ്യം കാണാം. നഖ്റഉ നമുക്ക് വായിക്കാം, വനുഇദ്ദു തയ്യാറാക്കാം, അസ്ഇലത്തൻ ചോദ്യം അല്ലേ, ബിസ്തിഖ്ദാമിൽ അദവാത്തി താലിയ താഴെ കൊടുത്തിരിക്കുന്ന അദവാത്തുകൾ ഉപയോഗിച്ചിട്ടാണ് ചോദ്യം ഉണ്ടാക്കേണ്ടത്. താഴെ അദവാത്തുകൾ കാണാം. മൻ, കൈഫ, മാത, ഐന, അയ്യ് അല്ലേ. മൻ ആര്, കൈഫ എങ്ങനെ, മാത എന്ത്, എന്തുകൊണ്ട്, ഐന എവിടെ, അയ്യ് ഏത്. ഈ അദവാത്തുകൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ചോദ്യം ഉണ്ടാക്കേണ്ടത്. ഈ പാരഗ്രാഫിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. യാ ഖറിയത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാമമേ, അൽ ഹബീബ എൻ്റെ പ്രിയപ്പെട്ട ഗ്രാമമേ, അത്തമന്നാലയ്ക്ക് അൽഫു സലാം നിനക്ക് 1000 അഭിവാദ്യങ്ങൾ നേരുകയാണ്. ലി അന്നക്കി മക്കാനുൻ നിഅമത്തി നീ തീർച്ചയായിട്ടും നീ മക്കാനുൻ നിഅമത്തി അനുഗ്രഹത്തിൻ്റെ സ്ഥലമാണ്, വൽ ബർക്കത്തി ഐശ്വര്യത്തിൻ്റെയും സ്ഥലമാണ്. സുബ്ഹാനല്ലദീ പരിശുദ്ധവാൻ ആര്, അജ്റൻ നഹ്റ പുഴയെ ഒഴുക്കുന്നവൻ, ഖിലാലൽ അശ്ചാരി മരങ്ങൾക്കിടയിലൂടെ, ബിൽ ഖൈരി നന്മ കൊണ്ട്, ലൈലൻ വനഹാറൻ രാവും പകലും പുഴയെ ഒഴുക്കുന്നവൻ പരിശുദ്ധവാനാണ്. മാ അജ്മല മല്ലറൽ ഹുക്കൂലി നെൽപ്പാടത്തിലെ കാഴ്ച എത്ര ഭംഗിയുള്ളതാണ്, വഹുലറതഹ അതിലെ പച്ചപ്പും അല്ലേ അതെത്ര ഭംഗിയുള്ളതാണ്. നറ നമുക്ക് കാണുവാൻ സാധിക്കും, അൽ അശ്ചാറ മരങ്ങളെ, ബികസ്രത്ത് സിമാരി ധാരാളം പഴങ്ങൾ കൊണ്ട്, സിമാർ പഴങ്ങൾ, വൽ ഹുബൂബി ഫി ഷാത്തിഹി രീഫി ധാന്യങ്ങൾ കൊണ്ടും, ഫി ഷാത്തിഹി രീഫി ഗ്രാമത്തിൻ്റെ തീരങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. നുഷാഹിദു നമുക്ക് കാണുവാൻ സാധിക്കും, അൽ വർദ റോസാപ്പൂവ്, അൽ വർദൽ ജമീല ഭംഗിയുള്ള റോസാപ്പൂവ്, വൽ അസ്ഹാറ മറ്റുള്ള പുഷ്പങ്ങൾ അല്ലേ, തർക്കുസു നൃത്തം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം, ബിൽ മറഹി വൽ ഫറഹി സന്തോഷത്തോട് കൂടിയിട്ട് പുഷ്പങ്ങൾ നൃത്തം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നസ്മഉ നമുക്ക് കേൾക്കാൻ കഴിയും, അനാശീത തുയൂറി പക്ഷികളുടെ പാട്ടുകൾ, മിൻ കുല്ലി ഷജറിൻ എല്ലാ മരങ്ങളിൽ നിന്നും, സ്വബാഹൻ വ മസാഇൻ രാവിലെയും വൈകുന്നേരവും മരങ്ങളിൽ നിന്നും പക്ഷികളുടെ പാട്ട് നമുക്ക് കേൾക്കാം. വയാ റബ്ബ് ഏ റബ്ബേ, ഇഹ്ഫദ് റീഫ ഗ്രാമത്തെ സംരക്ഷിക്കുക, വ ജമാലഹു അതിൻ്റെ ഭംഗിയും സംരക്ഷിക്കുക, മിൻ കുല്ലി ഫസാദിൻ എല്ലാ നാശത്തിൽ നിന്നും ഗ്രാമങ്ങളെ സംരക്ഷിക്കണമേ, വ അസ്ലിഹ് അഹ്വാല റീഫി ഗ്രാമത്തിൻ്റെ അവസ്ഥകൾ നന്നാക്കണമേ, വ ജന്നിബ് അകറ്റി നിർത്തേണമേ, കുല്ല കസലിൻ എല്ലാ മടിയിൽ നിന്നും, വഗഫ്ലത്തിൻ അശ്രദ്ധയിൽ നിന്നും മടിയിൽ നിന്നും അവരെ നീ അകറ്റി നിർത്തേണമേ. ഈ പാരഗ്രാഫ് വായിച്ചിട്ട് നിങ്ങൾ ചോദ്യം ഉണ്ടാക്കണം. ഇവിടെ ചോദ്യത്തിൻ്റെ അർത്ഥം പറഞ്ഞു ഞാൻ. മൻ ഉപയോഗിച്ചിട്ട് ഇവിടെ ഈ പാരഗ്രാഫിൽ നിന്നും എന്താണ് ഉണ്ടാക്കുവാൻ സാധിക്കുക നിങ്ങൾ ആലോചിച്ചിട്ട് ചോദ്യം ഉണ്ടാക്കിയിട്ട് നോട്ടിൽ എഴുതണം, എന്നിട്ട് എനിക്ക് അയച്ചു തരേണ്ടതാണ്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. അടുത്തത് നഖ്റഉ തസ്രീഹാത്ത് താലിയ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ നമുക്ക് വായിക്കാം. വ നക്തശിഫു നമുക്ക് കണ്ടുപിടിക്കാം, സുത്തൂറൻ വരികൾ, തുവാഫിഖു ഫിൽ മഅന അർത്ഥത്തിൽ യോജിച്ച വരികൾ, മിനൽ മല്ലൂമ പദ്യത്തിൽ നിന്നും താഴെ കൊടുത്തിരിക്കുന്ന ആശയങ്ങൾക്ക് യോജിച്ച പദ്യത്തിലെ വരികൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആശയം, ഒന്നാമത്തെ പ്രസ്താവന എന്താണെന്ന് നോക്കാം. നറൽ അസ്ഹാറ അറായിഹ നമുക്ക് മനോഹരമായ പുഷ്പത്തെ കാണുവാൻ സാധിക്കും. തർക്കുസു ബിഫറഹിൻ സന്തോഷത്തോട് കൂടിയിട്ട് നൃത്തം ചെയ്യുന്നതായിട്ട് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ.
വൽവർദു വറൈഹാൻ എന്ന വരിയാണ് വരിക. ആ വരി നിങ്ങൾ ഇവിടെ എഴുതണം. ഈ പ്രസ്താവന ആദ്യം, ഈ ജുംല ആദ്യം എഴുതുക. അതിൻ്റെ താഴെ പദ്യത്തിലെ വരി എഴുതണം. രണ്ടാമത്തത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ജുംല, നറ അഹ്സാനൽ അശ്ചാരി, മരങ്ങളുടെ കൊമ്പുകൾ നമുക്ക് കാണാം. കത് മാലത്ത്, അത് ചെരിയുന്നതായിട്ട്, ചാഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. ബി കസറത്തിൽ അസ്മാർ, ധാരാളം പഴങ്ങൾ കൊണ്ട്. ധാരാളം പഴങ്ങൾ കൂടിയാൽ അതിൻ്റെ ഭാരം കൊണ്ട് മരക്കൊമ്പുകൾ ചാഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിനോട് യോജിച്ച വരി ഏതായിരിക്കും? പദ്യത്തിലുണ്ട് അല്ലേ? വൽഹബ്ബു ഫിൽ കീസാൻ എന്ന് പറഞ്ഞ ആ വരിയാണ് വരിക ഇവിടെ യോജിക്കുന്നത്. അത് നിങ്ങൾ എഴുതണം. മൂന്നാമത്തത്, മാ അജ്മല മസാരി അരീഫി, ഗ്രാമത്തിലെ കൃഷി എത്ര ഭംഗിയുള്ളതാണ്. നറാ സ്വഫത്തഹ, അതിലെ തീരങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ജമീലത്തൻ, ഭംഗിയുള്ളതായിട്ട് കാണാം. ബിൽ മനാദിറിൽ റായിഹ, ആകർഷണീയമായ കാഴ്ചകൾ കൊണ്ട്. ഇതിനോട് യോജിച്ച വരി ഏതാണ് എന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതണം. അടുത്തത്, യജ്രി അന്നഹ്റു, പുഴ ഒഴുകുന്നു. മുൻസു സമനിൻ ത്വബീലിൻ, പണ്ട് മുതൽ തന്നെ അല്ലെ, കുറേ കാലമായിട്ട് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ബിൽ ഖൈരി വൽ ബറക്കാത്തി, നന്മ കൊണ്ടും ഐശ്വര്യം കൊണ്ടും. അപ്പോൾ ഈ ആശയം ഉൾക്കൊള്ളുന്ന വരി ഏതാണ് എന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതണം. അടുത്ത ദുആണ് അല്ലേ. യാ അല്ലാ ഹാഫിൽ ഖറിയ മിനൽ ഫസാദി, നാശത്തിൽ നിന്നും അള്ളാഹുവെ ഗ്രാമത്തെ നീ സംരക്ഷിക്കണമേ. ഈ ദുആ ഏത് വരിയിലാണ് വരുന്നത്? നിങ്ങൾ ഈ വരി ആദ്യം ഈ ജുംല എഴുതണം. അതിൻ്റെ താഴെ പദ്യത്തിലെ വരിയും എഴുതേണ്ടതാണ്. നക്തശിഫു ജുമു അൽ കലിമാത്ത്, ഈ കലിമത്തിൻ്റെ ജുമു എന്താ? ജുമു എന്ന് പറഞ്ഞാൽ ജമ്മ് അല്ലെ, ബഹുവചനം നമുക്ക് കണ്ടുപിടിക്കാം. അത്താലിയ, താഴെ കൊടുത്തിരിക്കുന്ന കലിമത്തുകളുടെ, മിനൽ മല്ലൂമ, പദ്യത്തിൽ നിന്നും. അപ്പോൾ പദ്യത്തിൽ ഈ കലിമത്തുകളുടെ ബഹുവചനാണ് പദ്യത്തിൽ കൊടുത്തത്. അത് നിങ്ങൾ കണ്ടെത്തണം. ഊദ്, വാദിൻ, ഹുൽമ്, സമന്, ഗുസ്നുൻ, ഹാലുൻ, റഹ്മത്തുൻ, ലൗനുൻ. ഇതിൻ്റെ ഒക്കെ ജമ്മു ബഹുവചനാണ് പദ്യത്തിൽ കൊടുത്തത് അല്ലേ. ഈദാൻ എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ പദ്യത്തിൽ, ഈദാൻ അല്ലേ. അതുപോലെ വുദിയാൻ, അതുപോലെ വാദിൻ എന്നതിൻ്റെ ജമ്മു വുദിയാൻ. ഹുൽമുൻ അഹ്ലാം, പദ്യത്തിലുണ്ട് അഹ്ലാം. സമനുൻ അസ്മാൻ, ഹുസ്നുൻ അഗ്സ്വാനുൻ, ഹാലുൻ അഹ്വാലുൻ, റഹ്മത്തുൻ റഹ്മാത്തുൻ, ലൗനുൻ അൽവാൻ. അപ്പോൾ നിങ്ങൾ ഊദുൻ എന്ന് എഴുതിയിട്ട് അതിൻ്റെ നേരെ ഈദാൻ എന്ന് എഴുതുക. അടുത്ത വരിയിൽ വാദിൻ എന്ന് എഴുതിയിട്ട് വുദിയാൻ എന്ന് എഴുതുക. ഇങ്ങനെ താഴെ നിങ്ങൾ എഴുതണം. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. നുക്കമ്മിലു അൽ മല്ലൂമ, നമുക്ക് പദ്യം പൂരിപ്പിക്കാം. ബി വലിയ കലിമാത്തിൻ മുനാസിബത്തിൻ ഫിൽ ഖാന, ഈ കോളത്തിൽ കൊടുത്ത കലിമത്തുകൾ ഉപയോഗിച്ചിട്ടാണ് പദ്യം എഴുതേണ്ടത്. നമ്മൾ അൽഫുസലാം എന്ന പദ്യമാണ് നേരത്തെ പഠിച്ചത് അല്ലേ. അതുപോലെയുള്ള പദ്യം തന്നെയാണ് ഇതും. നിങ്ങളിത് ആ പദ്യം തുറന്നു വെച്ചിട്ട് അതുപോലെ നോക്കിയിട്ട് അതിലുള്ള വാക്കുകളല്ല, അതിന് പകരം ഈ കോളത്തിൽ കൊടുത്ത വാക്കുകളാണ് നിങ്ങൾ എഴുതേണ്ടത്. അർത്ഥം ഞാൻ പറഞ്ഞുതരാം. മസ്റഖ് എന്ന് പറഞ്ഞാൽ കൃഷിസ്ഥലം എന്നാണ് അർത്ഥം. വുദിയാൻ താഴ്വരയാണ്, താഴ്വരകൾ. മൽബസ് വസ്ത്രം. അജ്മൽ ഏറ്റവും ഭംഗിയുള്ളത്. ഖിർബാൻ കാക്കകൾ. മിന്നത്ത് അനുഗ്രഹം. നിഅമാത്ത് എന്ന് പറഞ്ഞാലും അനുഗ്രഹം തന്നെയാണ്. അസ്ഹാർ പുഷ്പങ്ങൾ. മാഉൻ വെള്ളം. വത്തൻ രാജ്യം. ബൽദത്തുൻ നാട്. അഗ്സ്വാൻ കൊമ്പുകൾ. ഈ വാക്കുകളാണ് നിങ്ങളിവിടെ പദ്യത്തിൽ ഉപയോഗിക്കേണ്ടത്. ഇനി നിങ്ങൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങൾക്കിവിടെ ആവശ്യമായ സ്ഥലത്ത് നിങ്ങൾക്ക് എഴുതാം. യാ ഡേഷ് അൽഫുസലാം, യാ വത്തൻ അല്ല, യാ വത്തൻ അൽഫുസലാം, നിനക്ക് അഭിവാദ്യം, 1000 അഭിവാദ്യം. യാ ഡേഷ് അഹ്ലാം, ഇവിടെ എന്ത് വരും? ഇവിടെ യാ മിന്നത്തുൽ അഹ്ലാം, യാ മിന്നത്തൽ അഹ്ലാം, സ്വപ്നങ്ങളുടെ അനുഗ്രഹം അല്ലേ.
ഹല്ലത്ത് ബിക്കൽ നിഅമാത്ത്. നമുക്ക് പദ്യമായതുകൊണ്ട് പ്രാസം ഒപ്പിച്ചിട്ട് പാടേണ്ടതുണ്ട്. അതിന് അനുസരിച്ച് ഇവിടെ നിങ്ങൾ വാക്കുകൾ ചേർത്ത് കൊടുക്കണം. ഹല്ലത്ത് ബിക്കൽ നിഅമാത്ത് പദ്യത്തിലുണ്ട്, ഹല്ലത്ത് ബിക്കൽ ബറക്കാത്ത് എന്നുണ്ട് അല്ലേ. അതിന് പകരം ഇവിടെ നിഅമാത്ത് എന്ന് നമുക്ക് എഴുതാം. യാ ഡേഷ് അർ റഹ്മാത്ത്, ഇവിടെ എന്ത് വരും? യാ മസ്റഉർ റഹ്മാത്ത് എന്ന് വരും. യാ മസ്റഉർ റഹ്മാത്ത്. വസഖാക്ക നഹ്റുൻ ജാറുൻ എന്നാണ് പദ്യത്തിലുള്ളത്. അതിന് പകരം ഇവിടെ നമുക്ക് മാഉൻ എന്ന് കാണാനുണ്ട്. അതുകൊണ്ട് വസഖാക്ക മാഉൻ ജാറുൻ എന്ന് പറയാം. യാ ഡേഷ് അൽ അംസ്വാർ അല്ലേ. യാ ഇവിടെ എന്ത് വരും? യാ അജ്മലുൽ അംസ്വാർ എന്ന് വരും. യാ അജ്മലൽ അംസ്വാർ എന്നിവിടെ നമുക്ക് എഴുതാം. ഉള്ളുർ ഇലൽ, ഇവിടെ എന്ത് വരും? ഉള്ളുർ ഇലൽ അസ്ഹാർ. ഉള്ളുർ ഇലൽ അസ്ഹാർ. തസ്ഹു അലൽ വുദിയാൻ അല്ലേ. തസ്ഹു അലൽ വുദിയാൻ. ഫി മൽബസുൻ അഖ്ലർ. ഫി മൽബസ് അഖ്ലർ പച്ച വസ്ത്രം അല്ലേ. യാ ഡേഷ് അൽ മന്ദർ. യാ അജ്മൽ അൽ മന്ദർ. അജ്മൽ നേരത്തെ എഴുതിയിട്ടുണ്ട്, ഒരിക്കൽ കൂടി ഇവിടെ നമുക്ക് എഴുതാം. യാ അജ്മൽ അൽ മന്ദർ. വത്വൈർ വ ഡേഷ് വൽ ഗിർബാൻ കാക്കകൾ അല്ലേ. വത്വൈർ വൽ ഗിർബാൻ. യഷ്ദു അലൽ അഗ്സ്വാൻ. യഷ്ദു അലൽ അഗ്സ്വാൻ. ഇവിടെ അഗ്സ്വാൻ എന്നുണ്ട്, അത് ഇവിടെ എഴുതാം. ഇതോടുകൂടി നമ്മുടെ പദ്യം കഴിഞ്ഞു. നമ്മുടെ ഈ യൂണിറ്റ് ഇവിടെ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ യൂണിറ്റാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ഇത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. നഹ്നു അൽഖാബാദ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.